എന്നാ നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഇതൊക്കെ പറഞ്ഞപ്പോ മുജാഹിദിന്റെ ഒരു നേതാവായ ഒരു മൗലവി, അബ്ദുസലാം സുല്ലമി എന്ന അയാളുടെ പേര്, നമ്മളെ വൈദ്യരുമായിട്ട് വാദപ്രകാരം നടത്തിയ മൗലവി ഉണ്ടല്ലോ, അബ്ദുസലാം സുല്ലമി. വൈദ്യര് ഇവിടെ ഉണ്ടാവില്ല, അതെ, കൊണ്ടോട്ടിച്ചിട്ടുണ്ടല്ലോ. അബ്ദുസലാം സുല്ലമി, ആ അബ്ദുസലാം സുല്ലമി പറയുന്നു, എല്ലാ മക്കളെ, നിങ്ങൾ ഇതൊക്കെ പറഞ്ഞാൽ പേരോട് കേൾക്കൂലേ? ഇങ്ങനൊക്കെ പറഞ്ഞാൽ ഇത് പേരോട് കേൾക്കൂലേ? പിന്നെ നമുക്ക് നിലനിൽപ്പുണ്ടാവോ? ഹരി അബ്ദുസലാം സുല്ലമി ഈ മുജാഹിദ് മൗലവിമാരോട് ചോദിക്കാണ്. അയാൾ പറയാണ്, പേരോട് കേൾക്കണ്ട, ഞാനെങ്ങാനും ഈ കേസറ്റ് പേരോടിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെങ്ങനെ തൗഹീദ് പറയാ മക്കളെ? ഏതാ അബ്ദുസലാം സുല്ലമി ചോദിക്കുന്നു. അതൊന്ന് കേട്ടോളി. പ്രസംഗത്തിൽ ഇതിനകത്ത് കേൾക്കാൻ സെറ്റിക്കപ്പെടുന്നത് ഉദ്ധരിക്കുന്നത് പിശാചെ ഭൗതിക ഉപകാരമൊക്കെ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട്? സുലൈമാൻ നബി ബിൽക്കീസിന്റെ സിംഹാസനം കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ഇഫ്രീത്ത് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാന്ന് ഇവന് സരസ് പിരിയുന്ന മുമ്പ് ആ സിംഹാസനം, സഭയിലെ സിംഹാസനം കൊണ്ടുവരാൻ പറഞ്ഞില്ലേ? അപ്പൊ ജിമ്മിനെന്താണ് വലിയ വലിയ സിംഹാസനം എടുത്തുകൊണ്ട് പോകാനൊക്കെ സാധിച്ചില്ലേ? ഒരു പണ്ഡിതൻ പ്രസംഗിക്കോ? ഇതേ പണ്ഡിതൻ തന്നെയാണ് സുന്നരോട് തൗഹീദ് പ്രസംഗിക്കുന്നത്. ഇവർക്ക് തൗഹീദ് പ്രസംഗിക്കേണ്ട അർഹത സുഹൃത്തുക്കളുള്ളത്. ഈ 2 കാസറ്റ് ഞാൻ പേരോടിനെ കൊടുത്തിട്ട് പേരോടിനെ ശ്രദ്ധപ്പെടുത്താൻ മതി. എന്നാ ഇവന്മാർക്ക് പേരോടിനും സുന്നിനും തൗഹീദ് പറഞ്ഞ് എതിർക്കാൻ പറ്റുമോ? പേരോടിന്റെ ശ്രദ്ധയിൽ പ്രസംഗം കേൾക്കാത്തോണ്ടാണ്. കാരണം ഇവരെ പണ്ഡിതന്മാരെ ഇഫ്രീത്ത് എന്ന ജിന്ന് പറഞ്ഞാലോ, സഭയിലെ സിംഹാസനത്തെ ഞാൻ താങ്ങി പിടിച്ച് കൊണ്ടുവരണം, ആ പിശാചിന്റെ വസ്തുവിനെ കൊണ്ടുപോകാൻ പറ്റൂലെന്ന്. നിങ്ങൾ എവിടെത്തി? ഇങ്ങനെ പിശാചിന് ഇങ്ങനെ സാധനമൊക്കെ വഹിച്ചു കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥ താറുമാറാവില്ലേ? ഈ ഹിന്ദു പൂജാരികൾ പിശാച് കുട്ടിയെ കുട്ടിച്ചാപ്പിനെ കീഴ്പ്പെടുത്തി നമ്മളെ പെണ്ണുങ്ങളൊക്കെ തട്ടിക്കൊണ്ടുപോകില്ലേ? നമ്മളെ പൈസയൊക്കെ കവർച്ച ചെയ്യൂലേ? മുസ്ലിംകളെ സ്വത്ത് മുഴുവനും ഇഫ്രീത്തിനെ കീഴ്പ്പെടുത്തിയിട്ട് എന്ത് ചെയ്യും? ഇന്നും ഇഫ്രീത്ത് ഉണ്ടല്ലോ. ഈ ഇഫ്രീത്തിനെ ജിന്ന് പൂജകന്മാരൊക്കെ എന്ത് ചെയ്യും? കീഴ്പ്പെടുത്തി നമ്മളെ സ്വത്തൊക്കെ കൊണ്ടുപോകില്ലേ? യുദ്ധം നടക്കുമ്പം മുസ്ലിം പട്ടാളക്കാരൊക്കെ ഇഫ്രീത്തിനെ കീഴ്പ്പെടുത്തി ഫ്രാൻസ് കൊണ്ടുപോകില്ലേ? അറബി മനസ്സിലായില്ലേ? മൂപ്പർക്ക് ബേജാറാവുകയാണ്. ഈ വയസ്സ് കാലത്ത് ഇതെല്ലാം കേൾക്കേണ്ടി വന്നല്ലോ എന്നുള്ളതാണ് മൂപ്പര വിഷമം, അബ്ദുസലാം സുല്ലമിന്റെ വിഷമം. എന്നാൽ അതേ അബ്ദുസലാം സുല്ലമി ചോദിക്കുന്നു, ബദരീങ്ങളെ വിളിച്ചുവിടാന്ന് പറഞ്ഞല്ലേ നമ്മളിത് തുടങ്ങിയത്? പിന്നെ ഇപ്പം കൂടി ശൈത്താനെ വിളിക്കാന്ന് ഞങ്ങൾ പറയുന്നത്. ശൈത്താൻ സഹായിക്കുന്ന ഇപ്പൊ പറയുന്നു, ബദരീങ്ങളെ വിളിച്ചുവിടാന്നല്ലേ നമ്മൾ ഇതുവരെ പറഞ്ഞത്? പിന്നെന്ത് തൗഹീദാ നമ്മളെ കയ്യിലുള്ളത്? നമ്മൾ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നാ മൂപ്പര് പറയുന്നു. അതൊന്ന് കേട്ടോളി. ബദരീങ്ങളെ പേര് പറയുന്നു. ജിന്നിന് അദൃശ്യമായി അറിഞ്ഞ് പ്രസംഗിച്ചോ? അഭൗതിക മാർഗത്തിലൂടെ പലരും പോർച്ചാണെന്ന് പ്രസംഗിക്കുന്നതപ്പം ജിന്ന് പൂജകന്മാർക്ക് വരെ, സാത്താൻ ആരാധിക്കുന്നവർ വരെ നിങ്ങൾ ആയത്തോട് തെളിവുണ്ടാക്കുക. ഇപ്പൊ നമ്മൾ വേണ തൗഹീദ് ഏതാണ് മുജാഹിദ് വേണ തൗഹീദ്? ബദരീങ്ങളെ വിളിച്ച് തേടിയ ഉപകാരം ചെയ്യൂല, ഇഫ്രീത്തിനെ വിളിച്ച് തേടിയ ഉപകാരം ചെയ്യുന്ന, അതാണ് അവരുടെ തൗഹീദ്. ഇതാ ബദരീകളെ കറാമത്ത് എന്ന് പറയുന്നത്. ബദരീകളെ വിളിച്ചുവിടാന്ന് പറഞ്ഞ കക്ഷികൾ 2ആയി പിരിഞ്ഞിട്ട് ഒരു കൂട്ടര് ജിന്നിന്റെയും ശൈത്താന്റെയും സഹായം വേണം, ശൈത്താൻ അള്ളാന്റെ പങ്കുകാരനാണ് എന്ന് AP അബ്ദുൽ ഖാദർ മൗലവി നേതൃത്വം കൊടുക്കുന്ന ഔദ്യോഗിക മുജാഹിദ് നാടായ നാട് മുഴുവനും പ്രസംഗിച്ചതാണ് ഞാൻ ആദ്യം കേൾപ്പിച്ചത്. അപ്പൊ നമ്മളിത് ചോദ്യം ചെയ്താൽ പിന്നെ ഒറ്റ മുജാഹിദിനും അഡ്രസ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ അബ്ദുസലാം സുല്ലമിക്ക് ഒരു ബേജാറ്. എന്താ ബേജാറ്? ഈ കേസറ്റ് പേരോട് കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യാം? അപ്പൊ മൂപ്പര് തടിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രസംഗിച്ചതാണിത്, അല്ലാതെ അയാൾക്കും ഇല്ല.